ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാറോൺസ് പെറ്റ് ടെക് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സ്മിച്ച് എന്ന കമ്പനിയുടെ വൈഫൈ RGB സ്മാർട്ട് ബൾബിനെ കുറിച്ചാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണിത്. 10 വാട്ട് B22 ബേസ് ആണ്. 7 വാട്ട്സിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഡിവൈസിൻ്റെ കുറേ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. 2.4 GHz വൈഫൈ ബാൻഡ് വിഡ്ത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ 16 മില്യൺ കളേഴ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഫേവറേറ്റ് മ്യൂസിക് ലൈറ്റുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ലൈറ്റ് റിയാക്റ്റ് ചെയ്യും. അതുപോലെ സീൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്യും. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രോഡക്റ്റ് ഒന്ന് കാണാം. മാർക്കറ്റിൽ വിവിധ കമ്പനികളുടെ വൈഫൈ RGB ബൾബുകൾ സുലഭമാണ്. ഒരു നോർമൽ പാക്കിംഗ് ആണ്. സ്മിച്ച് എന്ന ബ്രാൻഡ് കാണാം. ഇത് B22 ബേസ് ആണ്. ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണിത്. ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ, വാർണിംഗ്സ് എന്നിവ ബുക്ക്ലെറ്റിൽ ഉണ്ട്. മാക്സിമം നമ്മൾ ബുക്ക്ലെറ്റ് റീഡ് ചെയ്തിട്ട് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇത് ഇൻഡോർ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്ഡോറിന് കേപ്പബിൾ അല്ല. വെള്ളമൊക്കെ വീണാൽ ഇത് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. 1 ഇയർ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്മിച്ച് RGB ബൾബിന്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ സ്മിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആഡ് ഡിവൈസ് കൊടുത്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പ്രൊസീജിയർ ഓൾറെഡി എൻ്റെ ഫോണിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്ന് കാണാം. മൈ സ്മിച്ച് ആപ്പ് ഓപ്പണായി വരുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ന്യൂ ഡിവൈസസ് ആഡ് ചെയ്യാൻ അവിടെ ഓപ്ഷൻ കാണാം. മൾട്ടിപ്പിൾ ഡിവൈസസ് ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്, കളർ ടെമ്പറേച്ചർ എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റെഡ്, ഗ്രീൻ, ബ്ലൂ ബേസിക് കളേഴ്സാണ്. ഇത് വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. RGB മെട്രിക്സ് എന്ന് പറയും. 16 മില്യൺ കളേഴ്സ് ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഫങ്ഷനാലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫേവറേറ്റ് മ്യൂസിക് ലൈറ്റുമായി സിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഫേവറേറ്റ് സീൻസ് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയായി സെറ്റപ്പ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈ സ്മിച്ച്.
തുടക്കത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിലും അപ്ഡേഷനിൽ അത് സോൾവായി. ഇതാണ് സെറ്റിങ്സ്. ഫാക്ടറി റീസെറ്റൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഒരു ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് എന്നിവ അവിടെ ചെയ്യാൻ പറ്റും. സ്മിച്ചിൻ്റെ ഏത് വൈഫൈ എനേബിൾഡ് ഡിവൈസും മൈ സ്മിച്ച് ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിയും ഇതിൻ്റെ ആംബിയൻറ്റ് ലൈറ്റ് എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം.